വാർത്തകൾ വിശദമായി. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണ്. കുഴികൾ അടയ്ക്കാൻ കോടതി ഇടപെട്ട് പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല. നമ്മുടെ സംവിധാനത്തിന് കാര്യമായ തകരാറുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നടന്നേ പറ്റൂ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ ഇരുചക്ര വാഹന യാത്രികൻ ആലുവ മാറമ്പിള്ളി സ്വദേശി കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. ഇതേ മരണപാതയുടെ ശോച്യാവസ്ഥയിൽ നേരത്തെ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ഒരു കാര്യവും നടന്നില്ല. ഇന്ന് രാവിലെയും ഈ റൂട്ടിൽ കുഴിയിൽ വീണ് മറ്റൊരു അപകടം ഉണ്ടായി എന്നുകൂടി പറയട്ടെ. അനാസ്ഥയും ഉത്തരവാദിത്തമില്ലായ്മയും ഒരു ജീവൻ കൂടി കൊണ്ടുപോയി. റോഡിലെ കുഴികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയും പരാതികൾ ഏറുകയും ചെയ്തിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല. കഴിഞ്ഞ മാസം 20-ന് ആലുവ പെരുമ്പാവൂർ പാതയിൽ ചാലക്കിയിൽ കുഴിയിൽ വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ 74-കാരനായ കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ചികിത്സയിലായിരുന്നു മാറമ്പള്ളി കുന്നത്തുകര സ്വദേശിയായ ഇദ്ദേഹം. ആലുവയിൽ നിന്നും വാഴക്കുളത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഞാൻ കാണുമ്പോൾ ഈ കുഴിയിൽ ചാടിയിട്ട് അദ്ദേഹം മുഖം കുത്തി വീഴായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് മുതൽ ഓർമ്മയില്ല. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം ആയി. ഇതുവരെയും അതിനുശേഷം ആരും ഇതൊരു ഒന്ന് റോഡ് നന്നാക്കാനോ ശ്രമിച്ചിട്ടില്ല. ഇന്നും ചാലക്കൽ ഭാഗത്ത് വീണ്ടും കുഴിയിൽ വീണ് ഒരു ബൈക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. 8ഓളം വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ ചാടി അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ദൃക്സാക്ഷികളാണ് ഞങ്ങൾ. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ആലുവ പെരുമ്പാവൂർ റോഡ് അറ്റകുറ്റപ്പണി നടത്തി 1 മാസത്തിനുള്ളിൽ തകർന്നത് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി ജില്ലാ കളക്ടറോടും വിജിലൻസിനോടും റിപ്പോർട്ട് തേടിയിരുന്നു. 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും അറ്റകുറ്റപ്പണി നടന്നിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുഞ്ഞു മുഹമ്മദിന്റെ മരണത്തിൽ ഉത്തരവാദികൾക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്ന് ആലുവ MLA അൻവർ സാദത്ത് ആവശ്യപ്പെട്ടു. ഇതേ പ്രദേശത്ത് ഇന്ന് രാവിലെയും അപകടമുണ്ടായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം കുഴിയിൽ വീണാണ് ഒരാൾക്ക് പരിക്കേറ്റത്. അപകടം തുടർക്കഥയായതോടെ നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് കുഴിയടയ്ക്കാനും ഇറങ്ങി. ഈ പകൽ വീഴുന്നതിൽ കൂടുതലാണ് രാത്രി വീഴുന്നത്. ഈ മഴയും കൂടി പെയ്തു പോയി കഴിഞ്ഞാൽ റോഡും ഇതും കൂടി ലെവലായി കിടക്കാനും ആരും അറിയുന്നില്ല. ഇവിടെ AM യൂസഫ് MLA ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 15 വർഷം മുമ്പ് റീട്ടയർ ചെയ്ത് പോയതാണ്. അതിനുശേഷം ഇന്ന് വരെ റോഡുമ്പോൾ തൊട്ട് നോക്കിയിട്ടില്ല. എവിടെയും വന്ന് ഇടക്കിടക്കൊന്നു കുഴി അടക്കും. ഇന്നത്തെ രക്തസാക്ഷിയാണിത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഉദ്യോഗസ്ഥർ ഇതുവരെ ഇതിന് വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്യേണ്ട ഒരു കേസാണിത്. മുൻപ് അങ്കമാലിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ് പറവൂർ സ്വദേശി ഹാഷിം മരിച്ചിരുന്നു. അതിന്റെ നടുക്കം മാറും മുൻപാണ് കുഴി മൂലം മറ്റൊരു അപകടം കൂടി ഉണ്ടായത്. ഇതേ റോഡിൽ പെരുമ്പാവൂർ കോതമംഗലം ഭാഗത്തെ കുഴികൾ ഇന്ന് അടച്ചു തുടങ്ങിയിട്ടുണ്ട്. മഴയുടെയും മറ്റും പേര് പറഞ്ഞ് അറ്റകുറ്റപ്പണികൾ വൈകുകയോ തൊന്നുംപടിയാവുകയോ ചെയ്യുമ്പോൾ വഴിയിലിറങ്ങുന്നവർ ഭയപ്പാടിൽ തന്നെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആലുവ പെരുമ്പാവൂർ റോഡിന്റെ അവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് പരിശോധിക്കുമ്പോൾ അനാസ്ഥയുടെ ആഴം വ്യക്തമാകും. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് അനുവദിച്ച പണം ചെലവാക്കിയിട്ടില്ല. 10 ലക്ഷം രൂപയാണ് കിഫ്ബി വഴി അനുവദിച്ചത്. എന്നാൽ ടാർ ചെയ്യാതെ മെറ്റൽ വിരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ റോഡിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ട് കളക്ടറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടന്ന റോഡ് 1 മാസത്തിനിടെ എങ്ങനെ പൊളിഞ്ഞു എന്നാണ് കോടതി ചോദിച്ചത്. തെരുവുനായ ശല്യം സംസ്ഥാനത്ത് രൂക്ഷമായി തുടരുകയാണ്. ജനങ്ങൾ ഭയത്തോടെ പുറത്തിറങ്ങേണ്ട അവസ്ഥ തന്നെയാണ്. തെരുവുനായകൾക്ക് വന്ധ്യംകരണത്തിനുള്ള ABC കേന്ദ്രങ്ങൾ സജ്ജമല്ലെന്ന മാതൃഭൂമി ന്യൂസ് അന്വേഷണം ശരിയാണെന്ന് സർക്കാർ സമ്മതിച്ചു. പരിശീലനം നേടിയ ജീവനക്കാരെ കണ്ടെത്തുന്നതടക്കം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തദ്ദേശ മന്ത്രി MB രാജേഷ് പറഞ്ഞു. 37 കേന്ദ്രങ്ങളും അടുത്ത മാസം സജ്ജമാകുമെന്ന് മൃഗസംരക്ഷണ മന്ത്രി J ചിഞ്ചുറാണിയും വ്യക്തമാക്കുന്നു. 2 ബ്ലോക്കിന് 1 ആരംഭിക്കണം എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 76 എണ്ണം വരും. 37 എണ്ണം പ്രവർത്തന സജ്ജമായി എന്നാണ് ഇന്നത്തെ യോഗം വിലയിരുത്തിയത്. സർക്കാർ സജ്ജമെന്ന് അവകാശപ്പെട്ട 37 ABC കേന്ദ്രങ്ങളിൽ 10 എണ്ണം മാത്രമാണ് തയ്യാറായിട്ടുള്ളതെന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതോടെ 37 കേന്ദ്രങ്ങൾ സജ്ജമാണെന്ന് പറഞ്ഞ തദ്ദേശ മന്ത്രിക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. ABC കേന്ദ്രങ്ങളെല്ലാം സജ്ജമാക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് മന്ത്രി MB രാജേഷ് സമ്മതിച്ചു. 37 എണ്ണം ഇപ്പോൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചില പ്രയാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോഗ് കാച്ചേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അത്തരം പ്രയാസങ്ങളാണ് ABC സെന്ററുകൾ ഇപ്പോൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. 37 ABC കേന്ദ്രങ്ങൾ ഈ മാസം 18-ാം തീയതിയോടെ സജ്ജമാകുമെന്ന് ഇന്നലെ പറഞ്ഞ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണിയും തിരുത്തി. ഒരു 18 ആകുമ്പോഴത്തേക്ക് നമുക്ക് ABC കേന്ദ്രങ്ങൾ സജ്ജമാക്കി കഴിയും.
അടുത്ത മാസം തയ്യാറാകുമെന്നാണ് ഉന്നതതല യോഗത്തിന് ശേഷം വിലയിരുത്തൽ. ഞങ്ങളിപ്പോൾ അടുത്ത മാസമാണ് അത് തുടങ്ങാനുള്ള ഒരു ആലോചന ഞങ്ങളുടെ കയ്യിലുള്ള. പക്ഷേ ഇത്തവണ തുടങ്ങിയവർ പലരും ഉണ്ട്. ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കണക്ക് തന്നെ അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ABC കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ജനങ്ങൾ എതിർക്കുന്നതായ വാദവും സർക്കാർ ഉന്നയിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നാണ് അത് കൂടുതൽ ഞങ്ങളുടെ മുമ്പിൽ വന്നത്. ജനങ്ങൾ എതിർക്കുകയാണ്. കാരണം അവിടെ കൂട്ടായിട്ട് നായകളെ കൊണ്ടുവരാൻ പാടില്ല, അതിനെ വന്ധീകരിക്കാൻ പാടില്ല. അതായത് സജ്ജമാണെന്ന് സർക്കാർ അവകാശപ്പെട്ട 37 കേന്ദ്രങ്ങളിൽ ABC തുടങ്ങാൻ ഇനിയും ദിവസങ്ങളെടുക്കും. സംസ്ഥാനത്ത് മറ്റ് മൃഗങ്ങളെ തെരുവുനായ ആക്രമിച്ച 170 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തി. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ്, 28 സ്ഥലങ്ങൾ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാല നിയമ ഭേദഗതിയിൽ ഒപ്പിടില്ലെന്ന് സൂചന നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാലകളുടെ സ്വയം ഭരണാധികാരത്തിൽ ഇടപെടാൻ എക്സിക്യൂട്ടീവിനെ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ ഗവർണർ താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും പ്രതികരിച്ചു. പേഴ്സണൽ സ്റ്റാഫിന്റെ ഭാര്യയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞല്ലേ എന്നും ചോദിച്ചു. എന്നാൽ എതിർപ്പ് പരസ്യമാക്കിയ ശേഷം സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയ പാരമ്പര്യമുള്ള ഗവർണർ ഇക്കുറി കളിക്കോ കാര്യത്തിനോ എന്ന് വ്യക്തമല്ല. മുന്നിൽ വരുന്ന വിഷയങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിന് അമിതമായ പ്രചാരം കൊടുക്കുക എന്നത് ഒരു ശൈലിയാക്കിയ ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. UGCയുടെ പ്രായപരിധി മാനദണ്ഡം ലംഘിച്ച് ഗോപിനാഥ് രവീന്ദ്രന് കണ്ണൂർ സർവകലാശാല VC-യായി വീണ്ടും നിയമനം നൽകിയപ്പോഴാണ് ഈ ശൈലി സുവ്യക്തമായത്. നിയമനം നിയമവിരുദ്ധം, നിയമനത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കത്ത് കൊടുത്തത് ശരിയല്ല എന്നൊക്കെ തുറന്നടിച്ച ഗവർണർ ഒടുവിൽ നിയമന ശുപാർശയിൽ ഒപ്പുചാർത്തി. അതൊക്കെ മറന്ന് ഇപ്പോൾ നടത്തുന്ന ശക്തമായ പ്രതികരണങ്ങൾ വെറും ഗീർവാണമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയുക സാധ്യമല്ല. I shall not allow the autonomy of the university to be diluted. I shall not allow executive interference in the universities. I am not a rubber stamp. I shall apply my mind. I shall come to my own judgment. I shall apply my reason and then decide in accordance with what is in accordance with constitution, law and conventions. നിലപാട് ഉറക്കെ പറയുമ്പോൾ തന്നെ നിലവാരമില്ലാത്ത ചില പ്രതികരണങ്ങളും ഗവർണറുടെ ശൈലിയുടെ ഭാഗമാണ്. UGC മാനദണ്ഡപ്രകാരം യോഗ്യതയില്ലെന്ന് ഗവർണർ തന്നെ പലതവണ ആവർത്തിച്ച പ്രിയ വർഗീസിന്റെ നിയമനം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞാൽ അംഗീകരിക്കാമെന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിനെ കേവലം വിരട്ടലിൻ്റെയോ വിലപേശലിൻ്റെയോ നിലവാരത്തിലേക്ക് താഴ്ത്തുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് കണ്ണൂർ VC നിയമനത്തിൽ ഒപ്പിട്ടതെന്ന് പറയാൻ ലജ്ജയേതുമില്ലാത്ത ഗവർണർ പിന്നെയും വെല്ലുവിളിക്കുമ്പോൾ കാഴ്ചക്കാരിൽ അത് കളിയോ കാര്യമോ എന്ന സന്ദേഹം ബലപ്പെടുന്നു. Is it possible for the Vice Chancellor to appoint a relative of the personal staff of the Chief Minister without the knowledge of the Chief Minister? Is it possible? ഇത്രയും ശക്തമായി നിലപാട് ആവർത്തിക്കുന്ന ഗവർണറുടെ കോർട്ടിൽ തന്നെയാണ് പന്ത്. ആ പന്ത് അടിച്ചകറ്റുമോ അതോ സെൽഫ് ഗോളാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നിയമം ലംഘിച്ച് കെട്ടിപ്പൊക്കിയ ആലപ്പുഴയിലെ കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചടുക്കുന്നു. ആലപ്പുഴ നെടിയ തുരുത്തിലെ 54 വില്ലകളിൽ 2 എണ്ണം കൂപ്പുകുത്തി. തീരപരിപാലന ചട്ടം ലംഘിച്ച റിസോർട്ടുകൾക്കെതിരായ ഈ നടപടി ഒരു മുന്നറിയിപ്പാണ്. നിയമം കയ്യേറി നടത്തുന്ന ഓരോ നിർമ്മാണങ്ങളെയും ഇങ്ങനെ പൊളിച്ചടുക്കേണ്ടതുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന കാഴ്ച. കെട്ടിടങ്ങൾ 6 മാസത്തിനകം പൂർണ്ണമായും പൊളിച്ചു നീക്കും. ഈ പൊളിച്ചെടുക്കുന്ന വില്ലകൾക്ക് ഒരു ദിവസത്തേക്ക് 50,000 രൂപ വാടകയായിരുന്നു ക്യാപിക്കോ ഉടമകൾ തീരുമാനിച്ചിരുന്നത്. റിസോർട്ട് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ബുക്കിംഗും ആരംഭിച്ചു. എന്നാൽ ഒരു അതിഥിക്ക് പോലും ഇവിടെ താമസിക്കാൻ യോഗമുണ്ടായില്ല. 7 സ്റ്റാർ സൗകര്യത്തോടെ നിർമ്മിച്ച റിസോർട്ട് പൊളിക്കാൻ 2013 ജൂലൈയിൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഉടമകൾ നിയമപോരാട്ടം നടത്തിയെങ്കിലും സുപ്രീം കോടതിയും കൈവിട്ടു. ലാൻഡ് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളത് അവരുടെ ലാൻഡാണ്. പക്ഷെ അതിനുള്ള കൺസ്ട്രക്ഷനും നിയമവിരുദ്ധമായതിനാൽ സുപ്രീം കോടതി പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊളിക്കാൻ പോകുന്നു. മത്സ്യത്തൊഴിലാളിയായ ശൈലനാണ് റിസോർട്ടിനെതിരെ കോടതിയെ സമീപിച്ചത്. തന്റെ ചീനവലകളിൽ ചെമ്മീൻ ലഭിക്കാതായതോടെയാണ് ശൈലൻ നിയമപോരാട്ടത്തിനിറങ്ങിയത്. ഇവരുടെ പുലിമുട്ടുകളും ഈ അനധികൃത കയ്യേറ്റമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഈ വെള്ളം വലി ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഈ ഊന്നി വലയൊക്കെ എന്തെങ്കിലും ന്യായമായ റേഷൻ മേടിക്കാൻ കിട്ടുള്ളൂ. ഇറകൾ മീനായാലും ചെമ്മീനായാലും കിട്ടും. ആ വെള്ളം വലിവ് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ
ഇതെല്ലാം അനധികൃതമായിട്ട് കയ്യേറി. കെട്ടിടങ്ങൾ പൊളിക്കുന്നതും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും കെട്ടിട ഉടമയുടെ ചുമതലയാണ്. മാലിന്യങ്ങൾ അല്പം പോലും കായലിൽ വീഴാൻ പാടില്ലെന്ന പ്രത്യേക നിർദ്ദേശവുമുണ്ട്. 6 മാസം കൊണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണം. നിയമലംഘനങ്ങൾ പിഴയടച്ച് സാധൂകരിക്കാമെന്ന് കരുതുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ പൊളിച്ചു നീക്കുന്ന ക്യാപിക്കോ റിസോർട്ട്. ബോണിക്കും ബിനു തോമസിനും രാഗിനുമൊപ്പം ഷമീർ പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ ദളിത് സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത ശേഷം കൊന്ന് കെട്ടിത്തൂക്കി. 24 മണിക്കൂറിനിടെ എല്ലാ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ തീരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഉത്തർപ്രദേശ് എന്ന വിമർശനം ഇരട്ട കൊലപാതകത്തിനു ശേഷം വീണ്ടും ശക്തമായി. വീണ്ടും നമ്മുടെ സഹോദരിമാരുടെ കണ്ണുനീർ വീഴുന്നു ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ. ദളിതർ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ബുധനാഴ്ച വൈകിട്ടാണ് 17ഉം 15ഉം വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിമാരെ കരിമ്പ് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലാൽപൂർ മജ്ലയിലെ വീട്ടിൽ നിന്ന് ഉച്ച മുതൽ ഇരുവരെയും കാണാതായി. സമീപ ഗ്രാമത്തിലെ യുവാക്കളെത്തി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണ്. ശേഷം കരിമ്പ് പാടത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു. ഇത് കഴിഞ്ഞ് സഹോദരിമാരെ ശ്വാസം മുട്ടിച്ച് കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി. ഇന്ന് പുലർച്ചെ തന്നെ 6 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചോട്ടു, ജുനൈദ്, സൊഹൈൽ, ഹഫീസുൾ, കരീമുദ്ദീൻ, ആരിഫ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടികൂടുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ജുനൈദിനെ പോലീസ് കാലിന് വെടിവെച്ചു. സൊഹൈലും ജുനൈദുമാണ് സഹോദരിമാരെ ബലാത്സംഗം ചെയ്തത് എന്ന് പോലീസ് പറഞ്ഞു. ഹാഫിസുള്ളിനെ കൂടി കൂട്ടി കൊലപാതകം നടത്തി. കരീമുദ്ദീനും ആരിഫും മരത്തിൽ കെട്ടിത്തൂക്കാനും സഹായിച്ചു. അയൽവാസിയായ ചോട്ടുവാണ് സഹോദരിമാരെ മറ്റു പ്രതികൾക്ക് കാണിച്ചു നൽകിയത്. इसमें जो मुख्य अभियुक्त है उसको उठाया गया, छोटे सन ऑफ चेतराम को. उनसे बातचीत की गई, उससे पूरा घटनाक्रम की जानकारी मिली. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇരയായവർക്ക് നീതി ലഭിക്കും. കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നടത്തുമെന്ന് UP ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് വ്യക്തമാക്കി. പ്രതികളെ തൂക്കിക്കൊല്ലണമെന്നാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നിലപാട്. हम ये इंश्योर करने का प्रयास करेंगे कि फास्ट ट्रैक कोर्ट में इसका सुनवाई हो और मृत्यु दंड की सजा से कम कोई सजा ऐसे अपराधियों के लिए नहीं है. ബലാത്സംഗവും കൊലപാതകവും നടന്ന 24 മണിക്കൂറിനകം പ്രതികൾ അറസ്റ്റിലായി എങ്കിലും UPയിൽ ദളിതരും സ്ത്രീകളും നേരിടുന്ന അരക്ഷിതാവസ്ഥ വീണ്ടും ചർച്ചയാവുകയാണ്. ഹാത്രസിൽ ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായതും പിന്നീട് കൊല്ലപ്പെട്ടതും അതിൽ രാജ്യത്താകമാനമുയർന്ന പ്രതിഷേധവും നമ്മൾ കണ്ടതാണ്. പിന്നെയും തുടർച്ചയായി ബലാത്സംഗ വാർത്തകളും കൊലപാതകത്തിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. ഈ അവസ്ഥ ജനങ്ങളിൽ പടർത്തുന്ന അരക്ഷിതബോധം ഇല്ലാതാക്കാൻ സജീവമായ ഇടപെടൽ UP സർക്കാർ ഇനിയെങ്കിലും നടത്തിയേ തീരൂ എന്ന് ചൂണ്ടിക്കാട്ടുന്നു രാഷ്ട്രീയ നേതാക്കൾ. UPയിലെ ക്രമസമാധാന നില തകർന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. ക്രമസമാധാന നിലയെക്കുറിച്ച് സർക്കാർ നടത്തുന്ന അവകാശവാദം പൊള്ളയാണ് എന്ന് തെളിഞ്ഞുവെന്ന് BSP നേതാവ് മായാവതി കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥികളുടെ ദുരിതം തുടരുന്നു. യുക്രൈന് പുറത്ത് മറ്റു സർവകലാശാലകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിനായി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നൽകാൻ യുക്രൈനിലെ സർവകലാശാലകൾ തയ്യാറാകാത്തതാണ് പ്രതിസന്ധിയായത്. യുക്രൈനിൽ നേരിട്ടെത്തിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകൂ എന്നാണ് സർവകലാശാലകളുടെ നിലപാടെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. യുദ്ധം തുടരുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് യുക്രൈനിലേക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആദ്യത്തെ തന്നെ ഞങ്ങളുടെ ആവശ്യം ഇന്ത്യയിൽ തുടർന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്ക് എടുത്തു തരേണ്ട ഇതിലാണ് നിൽക്കുന്നത്. അതിനിടെ യുക്രൈനിൽ നിന്ന് മടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ തുടർ പഠനത്തിന് പ്രവേശനം നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അത്തരം പ്രവേശനങ്ങൾ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. സർക്കാരിന് മുന്നിലെ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പറയട്ടെ, യുദ്ധം തീർത്ത പ്രതിസന്ധി ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കരുത്. അതിനാവശ്യമായ നടപടികളെടുക്കാൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയെ എതിർക്കേണ്ടതില്ലെന്ന് CPM കേന്ദ്ര നേതൃത്വം.
പാർട്ടിയുടെ സ്വാധീനം കണക്കിലെടുത്താവാം കേരളത്തിൽ യാത്രാ ദിനങ്ങൾ കൂട്ടിയതെന്നും വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്ന് അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, ഭാരത് ജോഡോ യാത്ര കേരളത്തിലൂടെ പര്യടനം തുടരുകയാണ്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ദേശാഭിമാനിയുടെ ലേഖനത്തിലൂടെ ജാഥയെ വിമർശിച്ചിട്ടുണ്ട്. വിമർശനമല്ല, പക്ഷേ BJP-ക്കെതിരായ വിമർശനത്തിന് വേണ്ടത്ര ആഴമില്ലെന്നും ജാഥ പര്യാപ്തമല്ല എന്നുമൊക്കെയുള്ള വിമർശനം ഉന്നയിക്കുകയാണ് CPM. പക്ഷേ CPM ഔദ്യോഗികമായി ജോഡോ യാത്രയെ എതിർക്കേണ്ടതില്ല എന്ന നിലപാടിലാണോ ഇപ്പോൾ എത്തിയിരിക്കുന്നത്? ഭാരത് ജോഡോ യാത്രയെ തുടക്കത്തിൽ ശക്തമായി തന്നെ CPM എതിർത്തിരുന്നു. അതിനായിട്ട് അവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, കേരളത്തിലൂടെ ഭാരത് ജോഡോ യാത്ര ഏറ്റവും കൂടുതൽ ദിവസം സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലായി ജോഡോ യാത്ര കടന്നു പോകുന്നില്ല. ഉത്തർപ്രദേശിൽ 2 ദിവസം മാത്രമാണ് കടന്നു പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് ആരെയാണ് നേരിടാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം CPM ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന നേതാക്കളും CB അംഗം ആയ LVV ഉൾപ്പെടെയുള്ളവർ പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ ഈ വിഷയം ഇന്ന് ചേർന്ന CPM TV യോഗം ചർച്ച ചെയ്തു. ഈ യോഗത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അതിനായി അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരം യാത്രകൾ നടത്തുന്നത്. അതുകൊണ്ടായിരിക്കാം കോൺഗ്രസും കേരളത്തിൽ ഈ യാത്ര കൂടുതൽ ദിവസം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കില്ല. BJP നേരിടണമെങ്കിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും സ്വയം ശക്തിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യാത്രകൾ കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ട് അതിനെ എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് CPM കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുന്നത്. അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന് ഭാരത് ജോഡോ യാത്രയെ എതിർക്കേണ്ടതില്ലെന്ന് CPM-ന്റെ കേന്ദ്ര നേതൃത്വം നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഒരു സർക്കാർ വകുപ്പിന് സ്വന്തം വാഹനത്തിന് ഇന്ധനമടിക്കാൻ കാശില്ല. എന്തൊരു നാണക്കേടാണിത്. സംസ്ഥാന എക്സൈസ് വകുപ്പാണ് ഇന്ധന പ്രതിസന്ധി നേരിടുന്നത്. വാഹനങ്ങൾക്ക് ഇന്ധനമടിക്കാൻ പണമില്ല. അതുകൊണ്ട് 6 മാസത്തിലധികമായി പമ്പുകൾക്ക് പണം നൽകിയിട്ടില്ല. കുടിശ്ശിക നൽകാതെ എക്സൈസിന് ഇന്ധനം നൽകില്ലെന്ന നിലപാടിലാണ് പമ്പുകൾ. ഓണം സ്പെഷ്യൽ ഡ്രൈവിന് പോലും സ്വന്തം കീശയിൽ നിന്ന് പണമെടുത്താണ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ ഇറക്കിയത്. ഇന്ധനക്ഷാമം റെയ്ഡുകളെ ബാധിക്കില്ലെന്ന് മന്ത്രി MB രാജേഷ് പക്ഷേ വ്യക്തമാക്കി. ലഹരി മാഫിയ അടക്കം പിടിമുറുക്കുന്ന സംസ്ഥാനത്ത് എക്സൈസിനെ പ്രതിസന്ധിയിലാക്കി ഇന്ധനക്ഷാമം. സ്റ്റേഷനുകളിലെ അടക്കം എക്സൈസിന്റെ വാഹനങ്ങൾക്ക് ഇന്ധനം വാങ്ങാൻ പണമില്ല. 6 മാസമായി പ്രതിസന്ധി തുടരുകയാണ്. സ്വകാര്യ സർക്കാർ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷം പിന്നീട് ബില്ല് മാറിയാണ് പണം നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസത്തിലധികമായി ബില്ലുകൾ ഇതുവരെ പാസ്സായിട്ടില്ല. കുടിശ്ശിക വീട്ടാതെ ഇന്ധനം നൽകില്ലെന്ന് പമ്പുകൾ തീരുമാനിച്ചതോടെ പ്രതിസന്ധിയിലായത് എക്സൈസ് ഉദ്യോഗസ്ഥർ. ലഹരിക്കടത്ത് കൂടിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് എക്സൈസ് റെയ്ഡുകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ഓണത്തിന് സ്പെഷ്യൽ ഡ്രൈവ് കാര്യക്ഷമമായി നടപ്പാക്കി. ഇതിനെല്ലാം വാഹനമിറക്കിയത് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തിയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നാർക്കോട്ടിക് ഡ്രൈവ് അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കണം. രാത്രികാല പട്രോളിംഗും സജീവമായി നടക്കുന്നു. ഈ ഘട്ടത്തിൽ പണം അനുവദിച്ചില്ലെങ്കിൽ ഇന്ധനം വാങ്ങി കീശ കാലിയാകുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ. എക്സൈസിൽ ഇന്ധന പ്രതിസന്ധി എന്ന മാതൃഭൂമി ന്യൂസ് വാർത്ത വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രതികരണം ഇങ്ങനെ. സ്പെഷ്യൽ ഡ്രൈവ് ഓണത്തിൻ്റെ സമയത്ത് നടത്തിയിരുന്നു. അത് വളരെ വിജയകരമായിരുന്നു. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അപ്പോൾ അതിനൊന്നൊരു തടസ്സവും വരില്ല. എന്നാൽ ഇന്ധന പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നോ കുടിശ്ശിക തീർക്കാൻ നടപടിയുണ്ടാകുമോ എന്നോ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. പുകയില ലഹരി റെയ്ഡുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപ പിഴ രൂപത്തിൽ സർക്കാർ ഖജനാവിലെത്തിക്കുന്ന എക്സൈസ് വകുപ്പാണ് ഇന്ധനം വാങ്ങാൻ വഴിയില്ലാതെ നട്ടം തിരിയുന്നത്. R അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എണ്ണയടിക്കാൻ പോലും ഗതിയില്ലാതെ സർക്കാർ ബുദ്ധിമുട്ടിലായിരിക്കെ മന്ത്രിമാർ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നത് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ മന്ത്രിമാർ വിദേശയാത്ര നടത്തേണ്ടതുണ്ടത് തന്നെ എന്നും യാത്ര ചെയ്യുന്നത് തെറ്റല്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം മന്ത്രിയായ താനാണ് ഏറ്റവും കൂടുതൽ യാത്ര നടത്തേണ്ടത്. LDF മന്ത്രിമാർ ദൂർത്ത് നടത്തുന്നവരല്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. വിദേശയാത്ര ആവശ്യത്തിന് നടത്തേണ്ട സംഗതി തന്നെയാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം തർക്കം ഉണ്ടാവില്ല. ഏറ്റവും അധികം വിദേശയാത്ര നടത്താൻ നിർബന്ധിക്കപ്പെടേണ്ട ഒരു വകുപ്പും മന്ത്രിയും ടൂറിസം വകുപ്പാണ്. ഇടതുപക്ഷ മന്ത്രിമാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന സംവിധാനമുണ്ട്. ഒരു ദൂർത്തിനും വിധേയമാകുന്നവരല്ല ഇടതുപക്ഷ മന്ത്രിമാർ. അതിൽ ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആവശ്യാർത്ഥമുള്ള യാത്രകൾ തീർച്ചയായിട്ടും വേണ്ടതുണ്ട്. നിയമസഭയിൽ കയ്യാങ്കളി ആദ്യം തുടങ്ങിയത് UDF-കാരാണെന്നും വി ശിവൻകുട്ടിയെ UDF MLA മാർ കയ്യേറ്റം ചെയ്ത് ബോധം കെടുത്തിയെന്നും LDF കൺവീനർ EP ജയരാജൻ.
LDF അംഗങ്ങൾക്കെതിരെ കേസെടുത്തത് ഏകപക്ഷീയമാണെന്നും അന്നത്തെ UDF സർക്കാരിൻ്റെ പകവീട്ടിലായിരുന്നു കേസെന്നും EP ജയരാജൻ പറഞ്ഞു. തൻ്റെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ മാസം 26-ന് കേസിൽ കോടതിയിൽ ഹാജരാകുമെന്നും EP ജയരാജൻ പറഞ്ഞു. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ വിരമിക്കലിന് ഒരുങ്ങുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലായിരുന്നു താരത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം. അടുത്ത ആഴ്ച ലണ്ടനിൽ നടക്കുന്ന ലേവർ കപ്പിന് ശേഷം വിരമിക്കുമെന്ന് താരം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ വ്യക്തമാക്കി. 24 വർഷങ്ങളിൽ 1500-ലേറെ മത്സരങ്ങളിൽ 20 ഗ്രാൻഡ് സ്ലാമുകൾ നേടിയിട്ടുണ്ട് ഫെഡറർ. ന്യൂസ് ലെൻസ് ഇവിടെ പൂർണ്ണമാകുന്നു.